ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജൂസ് ഫാമിലി. അപ്പോഴേ ഇത് നമ്മുടെ കാശിക്കുട്ടനാണ് കേട്ടോ. കാശിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ആൾ ഉണർന്നു. അപ്പോൾ ഇതെൻ്റെ ചെറിയ അനിയൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാശിക്കുട്ടനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനി എന്നെക്കുറിച്ച് പറയാം. എന്നെ ചിലർക്കെങ്കിലുമൊക്കെ അറിയണ്ടായിരിക്കും, കാരണം മീ ആൻഡ് മൈ ഫാമിലി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചാനലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പേര് അഞ്ജു എന്നാണ്. അപ്പോൾ ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടൊരു ചാനലായിരുന്നു അത്. പക്ഷേ എന്തോ കാരണം കൊണ്ട് ആ ചാനൽ ഡിലീറ്റ് ആയിപ്പോയി. റിക്കവർ ചെയ്തെടുക്കാനൊക്കെ നോക്കി പറ്റിയില്ല. അപ്പോൾ ശരി, അപ്പോൾ പുതിയതും തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടൻ്റെ വീഡിയോ വെച്ച് നമുക്ക് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതായത് നമ്മളെ തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടികളാണ് കേട്ടോ. ജിഷ്ണു, ജിതിൻ, ഞങ്ങൾ ബബീഷ് എന്ന് വിളിക്കും. അപ്പോൾ ജിഷ്ണുവിൻ്റെ മോനാണ് അത് കേട്ടോ. ഇവൻ ഗൾഫിലായിരുന്നു, ഇപ്പോൾ വന്നതാണ്. അപ്പോൾ 9:30 മണിയാകുമ്പോൾ നിലമ്പൂർ എത്തണമെന്ന് പറഞ്ഞിരുന്നു അനുശ്രീ. അനിയൻ്റെ വൈഫാണ് അനുശ്രീ. അപ്പോൾ ശരി, ഞങ്ങൾ എത്താമെന്ന് പറഞ്ഞ് ഞാനും അമ്മ റെഡി ആയിരുന്നു. അപ്പോഴാണ് ഇവർ നിലമ്പൂർ പോകുന്നുണ്ട്, പോരുന്നോന്ന് ചോദിച്ച്. പിന്നെ നമ്മൾ ഓസിക്ക് കിട്ടി ആസിഡ് അടിക്കുന്ന പറഞ്ഞമാതിരി വെറുതെ എന്തിനാ ഫ്രീ ആയിട്ടൊരു കാർ യാത്ര മിസ്സാക്കണമെന്ന് എഴുതി ഞങ്ങളതിൽ കയറി. അങ്ങനെ ഞങ്ങളിതാ നിലമ്പൂരിലേക്ക് പോകും. അപ്പോൾ നമ്മളെ മയിലാടി പാലം കഴിഞ്ഞിട്ടുള്ള റോഡാണത് കേട്ടോ. നമ്മളെ വെളിയന്തോട് എത്തുന്നത്. കാരണം 2 സൈഡിലും ഒരുപാട് കടകളൊക്കെ ആയിട്ട് ഇപ്പോൾ നല്ല റോഡൊക്കെ വീതി കൂട്ടി നല്ല കച്ചവടക്കാരൊക്കെ വരുന്നതും സായാഹ്ന കച്ചവടക്കാരാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ നിലമ്പൂർ ടൗണിലുള്ള അതേപോലെ ട്രാഫിക്കൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ എത്തിയപ്പോഴത്തേനും നമ്മളെ കാശിക്കുട്ടനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ നല്ല ഉറക്കമാണ്. അപ്പോൾ കാശിക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേദുട്ടന് കാണാമെന്ന് പറഞ്ഞപ്പോൾ അവനെയും കൊണ്ട് ഇറങ്ങിയതാണ് ബബീഷ്. അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ എത്തിയപ്പോഴും അവിടെ ക്ലീനിങ് നടക്കുകയാണ് ടെക്സ്റ്റൈൽസിൻ്റെ ഉള്ളിൽ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നു. അപ്പോൾ നല്ല ഉറക്കമാണ് ആൾ. വണ്ടിയിൽ കയറി കാറ്റ് തട്ടിയ എന്തായാലും ആൾ ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ട് സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെ ചന്തക്കുന്ന് ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസിലേക്കാണ് വന്നത് കേട്ടോ. ഇവിടെ 19 മുതൽ 999 രൂപ വരെയുള്ള ഡ്രസ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് കാണാം, എടുക്കാം എന്നുള്ള രീതിയിലാണ് പോയത്. ഇവർക്ക് അനുശ്രീ പ്രസവിച്ചിട്ട് ഇപ്പോൾ 3 മാസം ആവുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനാണ് വന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. തുണീൻ്റെ വില കുറഞ്ഞതും കൂട്ടിയതും ഒക്കെ ആയിട്ട് ടൈപ്പ് കുറേ ഉണ്ട്. അപ്പോൾ അവളൊരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്ത് കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുത്തുന്നതൊന്നും എടുക്കണ്ട, കാരണം കുട്ടീനെ എടുക്കാനുള്ളതാണ്. കയ്യിലൊക്കെ കുത്തിയിട്ട് കുട്ടി കരയുന്നത്. അപ്പോൾ അത് മാറ്റി പിടിച്ച് ഇനി വേറെ നോക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക അവളെ. അപ്പോൾ നമ്മളെ കാശിക്കുട്ടനും എല്ലാം അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾ നല്ല ഉറക്കമാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ ടോപ്പുകൾ 1-2 എടുത്ത് പിന്നെ നമ്മൾ സാരീൻ്റെ സെക്ഷനിലേക്ക് പോയി നോക്കിയതാണ്. അപ്പോൾ സാരികളും ഉണ്ട്, അത്യാവശ്യം കുറഞ്ഞ റേറ്റിലുള്ളതും കൂടിയ റേറ്റിലൊക്കെ ഉള്ളത് പല രീതിയിലുള്ള സാരികളും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു സാരി സെലക്ട് ചെയ്തെടുത്തു. അപ്പോഴത്തേനും കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി കുഞ്ഞ് കരയിൽ തുടങ്ങി. നമ്മൾ കുറച്ച് സമയമായില്ലേ വന്നിട്ട്. അപ്പോൾ അവിടെ ഫീഡിങ് റൂം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവളെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോയി. ആ സമയം കൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒന്ന് വട്ടം തിരിഞ്ഞെടുത്ത വീഡിയോ ആണത് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. കുഞ്ഞുമക്കളുടെ ഡ്രസ്സൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയെന്നറിയും. കുഞ്ഞുടുപ്പുകൾ, ഈ നെറ്റിലൊക്കെ ഉള്ള ഉടുപ്പുകൾ കാണാൻ പ്രത്യേക ഭംഗിയല്ലേ. പക്ഷേ അധികം കുട്ടികൾ ഇതൊന്നുമില്ല, കുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും കൂടി കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവരെ പാലുകൂടി കഴിഞ്ഞു എന്നും പറഞ്ഞ് ഞങ്ങൾ പോയി നോക്കി. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, കുട്ടീനെയും കൊണ്ട് അവൾ പുറത്തിറങ്ങിയിട്ടില്ല. ശരി, അവൾ വരട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ എൻ്റെ അനിയൻ്റെ മോള്, വലിയ അനിയൻ്റെ 2 പെൺകുട്ടികൾ, അവരൊക്കെ കുത്തുക എന്നൊക്കെ പറഞ്ഞ് ഇത് ഇടില്ല. അപ്പോൾ അധികം കോട്ടൻ്റെതൊക്കെയാണ് യൂസ് ചെയ്യുക. പക്ഷെ എന്നാലും കാണുമ്പോൾ നമുക്കൊരു ഭംഗിയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ നിന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കൽ ഒരുവിധം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേന് അനിയനും വൈഫും, വലിയ അനിയനും ഭാര്യ അനു, ചെറിയ മോള് തുമ്പി, വലിയ മോള് വന്നിട്ടില്ല. അവൾ അമ്മേൻ്റെ വീട്ടിൽ നിന്ന്, സ്കൂൾ വെക്കേഷനല്ലേ. അപ്പോൾ അങ്ങനെ വന്ന് അനിയൻ്റെ കാറിൽ ഞങ്ങൾ അവിടുന്ന് പോന്നു. കാരണം മോനുള്ള ഡ്രസ്സ് നമുക്ക് അവിടുന്ന് കിട്ടിയില്ല. പിന്നെ അച്ഛനും അമ്മേൻ്റെ അച്ഛനും എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ റണ്ണിങ് മെറ്റീരിയൽ ഇല്ല, റെഡിമെയ്ഡേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ടു. ചന്തക്കുന്ന് മേലെ കുറച്ചും കൂടി വന്നിട്ട് നമ്മളെ ഷോപ്പിക്ക ടെക്സ്റ്റൈൽസ് ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നു. അപ്പോൾ അതാ അനു മോനെടുത്ത് ഉമ്മ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തുമ്പിക്ക് അത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പോൾ ഉമ്മ കൊടുക്കണമെന്നില്ല. എല്ലാവരും ഉമ്മ കൊടുക്കലും കൂടി ആയപ്പോൾ ആൾ കരയാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ മലർത്തി പിടിക്കുന്ന ഇഷ്ടമല്ല, ഇങ്ങനെ തോളിൽ കിടന്നാണ് ഇഷ്ടം. അപ്പോൾ ആ സമയം ഞാനിവിടെ നിന്ന് ഒരു ബ്രൈഡലിൻ്റെ കളക്ഷൻ തന്നെ കണ്ടു. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതൊരു ഭംഗിയാണ് കാണാൻ നോക്കിയേ. ഇതൊക്കെ ഇങ്ങനെ കാണാൻ വലിയ രസമാണ്, പക്ഷേ നമുക്ക് ഇടുമ്പോഴുള്ള അവസ്ഥ അറിയില്ല. ഞാൻ ഇട്ട് നോക്കില്ല. എന്നാലും കൂടി ഇതൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് കല്യാണ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നടക്കുക എന്നുള്ളതൊന്നും അറിയില്ല. അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആ സ്റ്റേജിൽ ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ പോസ് ചെയ്ത് നിൽക്കാനേ പറ്റുള്ളൂ. ഈ ഡമ്മി നിൽക്കുന്ന മാതിരി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോയി
മോനുള്ള ഡ്രസ്സ് എടുക്കാൻ. ആ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടതാണ് ഇത് വെഡ്ഡിങ് സാരീൻ്റെ ബ്ലൗസിന് വർക്ക് ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞ ഏത് മോഡലും അവർ വർക്ക് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ കുഞ്ഞിൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ ഓരോന്നോരോന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു പിങ്ക് ആയിട്ടുള്ള കളർ വേണമെന്ന് പറഞ്ഞിട്ടാണ് തിരയുന്നത്. പക്ഷേ അത് കുറേ നേരം തിരഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ നമ്മളെ കാശി പിന്നെയും ഇങ്ങനെ ഉണർന്ന് നോക്കുന്നുണ്ട്. പാല് കുടിച്ചൊന്ന് ഉറങ്ങിയതായിരുന്നു. അപ്പോൾ വീണ്ടും പിന്നെ ഞങ്ങൾക്ക് വെറുതെ നിൽക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കണം എപ്പോഴും. വെറുതെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കരയാൻ തുടങ്ങും. അപ്പോൾ കുലുക്കം തുടങ്ങിക്കോളി എന്ന് പറഞ്ഞ അനുസരിച്ച് അവളെ ഡ്രസ്സ് തിരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോസ്. ഇതൊക്കെ കുഞ്ഞുടുപ്പുകളുടെ സെക്ഷനാണ് കേട്ടോ. ഒരുപാട് ഉടുപ്പുകളുണ്ട്, കണ്ടില്ലേ? നല്ല കോട്ടൻ്റെ ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഇറക്കിട്ട് തിരയാണ് കുഞ്ഞിനുള്ള ഡ്രസ്സുകൾ. ഒരുപാട് എടുത്ത് നോക്കുന്നുണ്ട്, പക്ഷേ എടുക്കുന്നതൊക്കെ ചിലത് വലിപ്പം കൂടുതൽ, ചിലത് നമ്മൾ ഉദ്ദേശിച്ച കളറല്ല. അങ്ങനെ ഓരോ ഇതിലിങ്ങനെ നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും എന്നും പറഞ്ഞിട്ട്. അവസാനം ഏതായാലും നമ്മൾ കുറേ നോക്കിയപ്പോൾ പിന്നെ ബോക്സ് ഐറ്റംസ് നോക്കാമെന്ന് പറഞ്ഞു. അതാകുമ്പോൾ കുറച്ച് മെറ്റീരിയൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നമ്മൾ ബോക്സ് ഐറ്റംസിലൊക്കെ നോക്കി. അതിൻ്റെ ഇടയിൽ ഇവിടെ ഹാങ്കറിൽ കുറേ തൂക്കിയിട്ടുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്കതൊന്ന് കുഞ്ഞിന് സെറ്റ് ആവണതല്ല. ചിലത് വലുതാണ്, ചിലത് നമുക്ക് കളർ ഇതാവുന്നില്ല. അപ്പോൾ 2 എണ്ണം അവൾ ഓൾറെഡി എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് വൈറ്റ്. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് എടുക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ അവിടെ സെലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ബോക്സിലുള്ളതൊന്ന് നോക്കാമെന്ന് പറഞ്ഞു ബോക്സിലുള്ള ഐറ്റംസ് എടുക്കുകയാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല മെറ്റീരിയൽ ആയിരിക്കും, കാരണം കുഞ്ഞിനിടാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയും തുമ്പിയും കൂടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വരുന്നുള്ളത്. അപ്പോൾ മിഠായി തിന്നെയാണ് അവൾ, പല്ല് മൊത്തം കേട് വന്നിട്ടുണ്ട്. എന്നിട്ട് മിഠായി തിന്നാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വായ തുറന്ന് കാണിച്ചു തരിക പല്ലിൻ്റെ അവസ്ഥ. അപ്പോൾ ഏതായാലും ഇത് അവസാനം ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. പ്യുവർ വൈറ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊരു ഷർട്ടും ബനിയനും പോലെ, ഷർട്ടും ട്രൗസറും പോലുള്ളൊരിത്. പക്ഷേ ബനിയൻ ക്ലോത്തിലാണെന്ന് മാത്രം. സംഭവം രസമുണ്ട്. അങ്ങനെ അതെടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ നമ്മളൊരു ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞാൽ നേരെ നമ്മളെ നിലമ്പൂർ യൂണിയൻ ബേക്കറിയിൽ വന്നു കേട്ടോ. അവിടെ വന്നപ്പോഴത്തേനും ഇവിടെ ആൾക്ക് കുറച്ചൊന്ന് കച്ചറ തുടങ്ങി. നമ്മൾ ശോഭികയിൽ നിന്ന് അനുസരിച്ച് പാല് കൊടുത്തിട്ടാണ് വന്നെങ്കിൽ കൂടി കച്ചറ തുടങ്ങി. കാരണം നമുക്കിങ്ങനെ മലർത്തി പിടിക്കുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ എപ്പോഴും തോളിൽ കിടത്തണം, അതാണ് ഇഷ്ടം. അപ്പോൾ അവർ ചായ കുടിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞിനെ എടുത്തിട്ട് പോന്നു. പിന്നെ നമ്മളെ കുലുക്കം നിർത്താൻ പാടില്ല, കുലുക്കം നിർത്തിയ ആൾ വയലൻ്റ് ആവും. അപ്പോൾ അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ചായ കുടിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ എടുത്തിട്ട് എനിക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കാം. അപ്പോൾ നമ്മളെ കാശിക്കൂട്ടനെ ഞാനിങ്ങനെ മടിയിൽ വെച്ചിട്ട് വീഡിയോ എടുത്ത് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷേ മൂപ്പര് ഇങ്ങനെ കണ്ടോ ആ ഒരു ഇൻട്രസ്റ്റിൽ മുഖത്ത് നോക്കി എന്തൊക്കെയോ എന്നോട് പറയാനുള്ളൊരു ഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെ വിശേഷങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടെ. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം ഒരു ചാനൽ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ വീണ്ടും തുടങ്ങിയതാണ്. അപ്പോൾ അത് ചാനലിൽ തന്നതും അതിൽ കൂടുതലായിട്ടുള്ള സപ്പോർട്ട് എല്ലാവരും ഇനിയും തരണം. അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവർ അവളുടെ വീട്ടിലേക്ക് പോയി, ഞാൻ അമ്മയും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വരുന്ന വഴി ഞാനൊന്ന് പുരികം ത്രെഡ് ചെയ്തു കേട്ടോ, കുറേ ദിവസമായി ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.